സൂപ്പർ 16 ഇനി ഒരു അതിഥിയിലേക്ക് പോവുകയാണ്. ഏറെ പ്രിയപ്പെട്ട ഒരു ഗായകൻ. മലയാളികളെല്ലാം ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ നിരന്തരം കേൾക്കാറുണ്ട്. ആരാണത്? ഗായകൻ അലോഷി ആദംസിനും പാർട്ട്ണർ ജിഷയ്ക്കും കഴിഞ്ഞ ദിവസം ഒരു ആൺകുഞ്ഞ് പിറന്നു. ഗസ എന്നാണ് ഇരുവരും കുഞ്ഞിന് നൽകിയ പേര്. 1000 നിഷ്കളങ്ക ബാല്യങ്ങളുടെ ചോര വീണ് പൊള്ളിയ മണ്ണിന്റെ പേരാണ് അവന് എന്ന് പറഞ്ഞാണ് അലോഷി കുഞ്ഞിന്റെ പേര് പുറം ലോകത്തെ അറിയിച്ചത്. അലോഷിയാണ് ഇപ്പോൾ നമുക്കിപ്പം തത്സമയം ചേരുന്നത്. അലോഷി, നമസ്കാരം. നമസ്കാരം. ഈ കുഞ്ഞിന് പേരിട്ടത് തന്നെ ഏറെ ചർച്ചയായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. ആ ഒരു നിലപാട് തുറന്നു പറയുന്നു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അത് തന്നെ ചോദിക്കട്ടെ, കുഞ്ഞ് എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നോ? കുഞ്ഞും അമ്മയും സുഖമായിരിക്കുന്നു, വീട്ടിലെത്തി സുഖമായിരിക്കുന്നു. ഈ ഒരു പേരിടാനുള്ള ഒരു ആലോചന അതെങ്ങനെയാണ് ഉണ്ടായത്? കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു ആലോചന ഉണ്ടായിരുന്നോ? ആലോചന എങ്ങനെ വന്നു വെച്ചാല്, എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു കുഞ്ഞുണ്ടാകും എന്നറിഞ്ഞപ്പോ തന്നെ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മളൊരു വല്ലാത്തൊരു സന്തോഷത്തിലേക്ക് പോകുമ്പോ ലോകത്തിന്റെ മറ്റൊരു കോണില് കുറെ അമ്മമാര് വല്ലാതെ കൺമുന്നിൽ വെച്ച് കുറെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മമാരെ എൻ്റെ മനസ്സിൽ വന്നു. നോർമലി ഈ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരായി നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യരെല്ലാവരും പ്രതികരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിലപാട്. അതൊരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലക്ക് അങ്ങനെയാണ് ഗാസ എന്നുള്ള പേരിൽ അവിടെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളോട് ഐക്യദാർഢ്യം, അവരോടുള്ള സ്നേഹം അങ്ങനെ ഒരു പേരിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഒരു സംഘർഷം നടക്കുന്ന ഒരു സമയത്ത് ഏറെ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേര് കുഞ്ഞിനിടണം എന്ന് പറയുമ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും വൈഫും ജിഷയും ഞങ്ങൾ ഒരേ ചിന്താഗതിക്കാരാണ്. പിന്നെ മറ്റാരോടും ആലോചിക്കേണ്ടി വന്നില്ല. മേ ബി കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആ നിലപാടിന്റെ പുറത്ത് ജനിക്കുന്ന കുട്ടിക്ക് ഗസ എന്ന് പേരിടണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അലോഷി പല പാട്ടുകളിലൂടെ തന്നെയും രാഷ്ട്രീയം വെളിപ്പെടുത്തുന്ന ഒരു ഗായകനാണ്. വിപ്ലവ ഗാനങ്ങളായാലും ഗസലായാലും ഒക്കെ ഏറെ ഏറ്റെടുത്തതാണ് പ്രേക്ഷകർ. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ കഴിയുമോ? പ്രത്യേകിച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത്രയും നല്ലത്. എന്ത് പാടും? മനുഷ്യൻ മതൻ, അതായിരിക്കും എനിക്ക് തോന്നുന്നു വയലാറിന്റെ വരികളൊക്കെ. ശരി, അത് പാടാം. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, തമ്മിൽ കണ്ടാലറിയാതായി, ലോകം ഭ്രാന്താലയമായി, ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി, മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. ഏറ്റവും അർത്ഥവത്തായ വരികളാണ് തോന്നി ഈ സമയത്ത് പാടാൻ പറ്റി. അതെ, ഈ ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ എനിക്ക് തോന്നുന്നു ബോളിവുഡിലെ പല താരങ്ങളും ആ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി. പക്ഷെ പലരും അത് നിമിഷങ്ങൾക്കകം തന്നെ പിൻവലിച്ചൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. മലയാളത്തിലും ഒരുപാട് ഗായകരാണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും ഒക്കെ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി. അപ്പൊ എത്രത്തോളം പ്രസക്തമാണ് സത്യത്തിൽ നമ്മൾ ഒരു അവസരത്തിൽ ഇങ്ങനെ പ്രതികരിക്കേണ്ടതിന്റെ ഒരു ആവശ്യം? തീർച്ചയായും ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. നമ്മള് പെട്ടെന്നൊരു യുദ്ധം നടക്കുമ്പോ നമ്മൾ അതിനെക്കുറിച്ച് വല്ലാതെ വാർത്ത കൊടുക്കും. എന്താ പറയാ, 1-2 ആഴ്ചയൊക്കെ അതങ്ങ് നീണ്ടുപോകും. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഈവൻ മാധ്യമങ്ങളായാൽ പോലും 1-2 ആഴ്ചകൾ ശേഷം മറ്റു സെൻസേഷൻസ് തേടി പോവാറാണ് പതിവ്. അത് ഞങ്ങൾ അങ്ങനെ മറന്നുകൂടാത്ത കാര്യമാണ്. നമ്മളെപ്പോഴും അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഇത്രയും ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് നമുക്ക് മറ്റു വാർത്തകൾ കിട്ടുമ്പോൾ നമ്മൾ ആ വഴിക്ക് പോവുകയാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മളത് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അലോഷി, ഇപ്പോൾ പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? ആ വിശേഷത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഇപ്പോൾ ഹൃദയഹാരിയായതിലെ പാട്ട് വലിയ രീതിയിൽ തന്നെ ഏറ്റെടുത്തു പ്രേക്ഷകർ. ആ 2 വരി ഒന്ന് മൂളാമോ നമുക്ക് വേണ്ടി? ചൂണ്ടലാണ് ചൂണ്ടലാണ് നിന്റെ കണ്ണീര്, ആന്തലാണ് ആന്തലാണ് അന്തമില്ലാണ്ട്,
പ്രേമമുള്ളു ഉള്ളിലാണ്ട് ചെങ്കിടിക്കുന്നേ, തീയിലാണ് നോവിലാണ് ചെങ്കൊലിക്കുന്നേ. അങ്ങനെ പാട്ട്. പുതിയ പ്രൊജക്ടുകള് പിന്നെ വിശേഷം എന്ന മൂവിയിൽ മുന്നോട്ട് മുന്നോട്ട് എന്നുള്ളൊരു ആനന്ദ് മസൂദിന്റെ മൂപ്പര് ആക്ട് ചെയ്തിരിക്കുന്ന, മൂപ്പര് തന്നെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന പടത്തില് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു പാട്ടാണ് അത്. മുന്നോട്ട് 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 നോക്ക് നീ മുന്നോട്ട് എന്ന് പറയുന്ന ഒരു പാട്ട് അടുത്ത് ഇറങ്ങാനിരിക്കുന്ന ഒരു പാഠമാണത്. മറ്റു പ്രൊജക്ടുകളൊന്നുമില്ല. ഞാൻ നോർമലി ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണല്ലോ, അങ്ങനെ പാടിക്കൊണ്ടിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഈ പേര് മകന്റെ പേര് പുറലോകത്തെ അറിയിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ഈ പുറത്തു നിന്നുള്ള ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം? ഞാനതിൽ പല കമന്റുകളും എടുത്ത് വായിച്ചു നോക്കി. രസകരമായ പല കമന്റുകളും ഉണ്ട്. ഒരുപാട് പേർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചൊക്കെ രംഗത്ത് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ പുറത്തു നിന്നുള്ള ഒരു പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? തീർച്ചയായും സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ മെസ്സേജുകളിലൂടെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതിനോട് വിരുദ്ധ അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ സൗഹൃദങ്ങളിൽ ഒരുപാട് ആഴ്ന്നിറങ്ങുന്ന ഒരാളായതുകൊണ്ട് തന്നെ എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ വല്ലാതെ അഭിനന്ദിച്ച് ആ നിലപാടിനോട് ഐക്യം പറഞ്ഞിട്ടുണ്ട് കുറെ പേര്. അതൊക്കെ മതിയല്ലോ സന്തോഷിക്കാൻ. നോർമലി അങ്ങനെ ഒരു വൈറലാകണോ, അങ്ങനെ ഒരു വാർത്തയാകണോ, അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊരു പേരൊന്നുമല്ല. എന്റെ നിലപാടാണ് ആ പേര്, അത്രേ ഉള്ളൂ. അതെ, അതിലൊരു സന്തോഷമുള്ളത് കൊണ്ടാണ് നമ്മൾ അലോഷിയെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചത്. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടുകൂടി പാടാമോ? ഇനി എന്ത് പാടണം ഞാന്? ഞാന് 100 പൂക്കളെ പാടാം. എന്റെ പാട്ടുകളിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട്, അതൊരു പാടമൊക്കെ. 100 പൂക്കളെ 100 പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. 100 പൂക്കളെ 100 പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. ഹിന്ദുവല്ല, ക്രിസ്ത്യനല്ല, ഇസ്ലാമിൻ മക്കളല്ല, ഇന്ത്യ എന്നൊരമ്മ പെറ്റ മക്കളല്ലോ നമ്മൾ. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. എന്തായാലും സന്തോഷം അലോഷി. ഗാസ ഏറെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി അപ്പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു പേരിട്ടു, അതിൻ്റെ ഒരു ധൈര്യം, അതിനോടൊപ്പം ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. ഞങ്ങളോട് ചേർന്നതിന് ഒരുപാട് സന്തോഷം. നന്ദി. വളരെ സന്തോഷം, സ്നേഹം. ഓക്കെ, താങ്ക് യു.